തുടർ ഭരണം കൊള്ളത്തില്ല. പത്തനാപുരത്തൊരു അവസ്ഥ മാറി കിട്ടണം, അത്രേ ഉള്ളൂ. ഗണേഷ് കുമാർ സാർ വിജയിക്കും. ഗണേഷ് എവിടെ ജയിക്കും? ഗണേഷ് കുമാർ ഒരു സംശയമില്ല. 10,000 വോട്ടിന് മേലെ ഭൂരിപക്ഷത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ജയിക്കും. ഗണേഷ് കുമാറിന് ഒരു സംശയമില്ല. വോട്ടാർക്ക് കൂടുതൽ കിട്ടുന്ന അവർ ജയിക്കും. മാറ്റം വേണം. കാരണം നമുക്ക് വികസന പ്രവർത്തനങ്ങളോ ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ. ഗണേഷ് കുമാർ ജയിക്കും, ഒരു സംശയമില്ല. എന്ത് വന്നാലും ഗണേഷ് കുമാറിനൊപ്പമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ കുറച്ചധികം. ചായ ഇട്ടില്ലേലും നിങ്ങൾ ചർച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് പത്തനാപുരത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? അവര് 3-4 പേര് പരിശ്രമിക്കുമല്ലേ, ആരെങ്കിലും ഒരാൾ ജയിക്കും. ആര് ജയിക്കും? ആര് വേണേലും ജയിക്കും. അയ്യോ, ഇതാർക്കും അറിയാത്തോട്ട് കുഴപ്പമില്ല. എന്നാലും പറ, ആരാണ് വോട്ടാർക്ക് കൂടുതൽ കിട്ടുന്ന അവർ ജയിക്കും. ആരാന്നൊന്നും അറിയത്തില്ല. അത് അന്നേരം ജനങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. നമ്മുടെ വ്യക്തികളെ കയ്യിലല്ലിരിക്കുന്നത്. ജനങ്ങൾ ആരാണ് വോട്ട് ചെയ്യുന്നത് അവർ വോട്ട് കൊടുക്കും. 10 വ്യക്തി കൂടിയാലാണ് ഒരു കൂട്ടാവുന്നത്. അത് കൂട്ടങ്ങനെ അന്നേരം വോട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടാർക്ക് കിട്ടുന്ന അവർ ജയിക്കും. എന്താണ് ചേട്ടാ പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? നമ്മളെ റോഡിന്റെ ഒരു പരിസ്ഥിതി ഭയങ്കരമായിട്ടുണ്ട്. അതില് വലിയൊരു സങ്കടം ഞങ്ങൾ എല്ലാവർക്കും. ആ സങ്കടം മാറാൻ ആര് വരേണ്ടി വരും? രണ്ടുപേരാ നിൽക്കുന്നേ. പ്രതീക്ഷ. ഇവിടെ രണ്ടുപേരും, നമ്മൾ 3 പേരുണ്ട്. അത് 2 പേര് മാക്സിമമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിൽ ആരാ ജയിക്കുന്നുള്ള ഒരു ആര് വന്നാലും നമുക്ക് റോഡ് കിട്ടിയാൽ മതി. റോഡും ബസ്സും. റോഡ് മാത്രം പോരാ, റോഡ് ഒരുപാട് എന്തൊക്കെ വികസനങ്ങളാ ഇവിടെ ഇനി വരാനുള്ളത്? ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് ഇവിടെ ആണെങ്കില് സർക്കാരിന്റെ ഒരു സ്കൂളുണ്ട്. കാര്യമായ വികസനം ഒന്നുമില്ല. ഇച്ചിരി പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, 3-4 പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അതൊന്നും പോരാ. അത് ആ പഴയ ബിൽഡിംഗ് ഒക്കെ മാറണം. കാരണം ഏതാണ്ട് 75 വർഷത്തിന്റെ മേളിലായ ബിൽഡിംഗ് ഒക്കെ അതൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ബിൽഡിംഗ് ഒക്കെ വരണം. പിന്നെ അവിടെ കുറച്ചുകൂടെ ഒക്കെ ഹൈടെക് ആവണം. ഇംഗ്ലീഷ് മീഡിയം വരണം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിന്റെ മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളില്ല. അപ്പോ ഒരു 5 കൊല്ലമൊക്കെ ആയ ആള് ജയിച്ചാലും കുഴപ്പമില്ല, അടുത്ത ആള് വന്നാലും കുഴപ്പമില്ല. ഞങ്ങളുടെ അഭിപ്രായം അതാ. ഇപ്പൊ 5 പ്രാവശ്യം പോയ ആളൊന്നും മാറി നിന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഒരു പ്രാവശ്യം തോറ്റേച്ച് അടുത്ത പ്രാവശ്യം നിൽക്കുക, അയാള് ജയിച്ചു വന്നാലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് ആലോചിക്കും. ഇപ്പൊ ഒരു 90% വരെ ഇങ്ങനെ സാധ്യത ഒരു പഴയ ആളിനാണെന്ന് പറയുന്നു. ഈ ബിജെപിയിലേക്ക് വരുമ്പോ ഈ പറയുന്ന വികസന നേട്ടങ്ങളൊക്കെ ആണല്ലോ അവരും ചൂണ്ടിക്കാണിക്കുന്നത്. BJP ഇവിടെ അത്ര കാര്യമായിട്ടൊരു വികസനവും വലിയ പ്രവർത്തനവും ഒന്നും ഇവിടെ കാണുന്നില്ല. ഇപ്പൊ പുതുതലമുറ ഒരു 30 വയസ്സിനകത്തുള്ള കുറച്ച് പേരൊക്കെ അതിലോട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്ര ഇവിടെ ഇപ്പം കാര്യമായ ഒരു പാർട്ടി പ്രവർത്തനമൊന്നും പറയാനില്ല. കുറച്ച് RSSകാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം പഴയ തലമുറക്കാരൊന്നും BJPയിലോട്ട് ഇവിടെ ഒന്നും കാര്യമായിട്ട് ആരും പോയതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാല് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഇത് തന്നെ. ബിജെപിക്ക് ഒരു മാറ്റം വരാനുള്ള സാധ്യത ഉണ്ടോ? BJPക്ക് ഒരു മാറ്റം. സ്ഥാനാർത്ഥി ഇവിടെ വന്ന് നമ്മൾ കൈ തന്നു, ഇവിടെ വന്ന് ചായ കുടിച്ചു. സ്ഥാനാർത്ഥി നമ്മൾ കൊണ്ട് ചായ ഇവിടെ വന്ന് ചായ കുടിച്ചു. എല്ലാം വളരെ നല്ല രീതിയിലാണ് പുള്ളി സംസാരിച്ചു. പക്ഷെ BJPയോട് നമ്മൾക്ക് ഇവിടെ അത്ര അനുകൂലമായിട്ടൊന്നും കാണുന്നില്ല. ഇവർ 2 പേരിലും പരമാവധി മാധ്യം പ്രവർത്തിക്കുക. എന്തായാലും UDF LDF കടുത്ത മത്സരമാണ് ഇവിടെ എന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. ആര് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവർ നോക്കി അങ്ങ് ചെയ്തോളാം എന്നാണ് ഇവിടുത്തെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് ഉള്ളത് എന്നത് നമുക്ക് വ്യക്തമാകുന്നു. ചേട്ടാ, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ എവിടെ വരെ എത്തി? ചൂട് പിടിച്ചിരിക്കില്ലയോ? എന്താണ് പത്തനാപുരത്തെ അവസ്ഥ? പത്തനാപുരത്തൊരു അവസ്ഥ മാറി കിട്ടണം, അത്രേ ഉള്ളൂ. അത് മാറും. അതിപ്പോ ഒരു പാർട്ടിക്കാരിൽ ഇപ്പൊ സാധ്യത 2-3 പേര് ഒരേപോലെ നിൽക്കുന്ന സമയം. ഇനിയിപ്പം എല്ലാവരുടെ കയ്യിൽ വോട്ടിരിക്കുന്നത് നമ്മുടെ കയ്യിൽ മാത്രമാണോ? ഒരു മാറ്റം വേണം, അത്യാവശ്യം. തലയ്ക്കൊരു അടി കൊടുത്തെങ്കിലും ശരിയാവത്തുള്ളൂ, എന്തെങ്കിലും ലെവലാവത്തുള്ളൂ. തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം എന്ന് പറയുന്നവരുണ്ട്. അങ്കിൾ എങ്ങനെയാണ് മാറ്റം വേണം? കാരണം നമുക്ക് വികസന പ്രവർത്തനങ്ങളോ ഈ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ. 25 വർഷമായി. 15 വർഷത്തിന് മുമ്പ് ഗണേശനെ ഇവിടെ വെച്ച് പറഞ്ഞ ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് മിനി ഹൈവേ ആക്കി തരുവാണ്. 15 വർഷം കഴിഞ്ഞിട്ട് ഇത് ഒരു മിനി ഹൈവേ ആക്കിയിട്ടില്ല. 10 ദിവസത്തിനുള്ളിൽ ശരിയാക്കുന്നതാണ് അത് പറയും. കടുവത്തൊട്ടി വന്നിട്ട് പറയും കുണ്ടേത്തുകാരെ അടഞ്ഞു വെക്കുക, കുണ്ടത്ത് എന്നിട്ട് പറയും മെതുവേക്കാരെ അടഞ്ഞു വെച്ചേക്കുക, മെതുവേ വന്നിട്ട് പറയും കളവലപ്പള്ളിക്കാരും മർത്തമപ്പള്ളിക്കാരും ഇവിടെ തടഞ്ഞു വെച്ചേക്കുക. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പറയും ചിലപ്പോ ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. പിന്നെ റോഡ് പണിയ കോൺട്രാക്ടറുടെ
ഭാര്യ അയാളുടെ ഡ്രൈവറുമായിട്ട് ഒളിച്ച് ഓടിപ്പോയത്, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മാറ്റം വേണം. ഒരു മാറ്റം വേണം. ഈ മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനോട് എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല, നല്ല ഭരണം രീതിയും മറ്റേന്നൊക്കെ നല്ല ഭരണമായിരുന്നു. സന്തോഷം. സന്തോഷം ആയിരുന്നു. പെൻഷനൊക്കെ കിട്ടാറുണ്ടോ? ഉണ്ട്. ഈ LDF UDF വരികയാണെങ്കിൽ പെൻഷൻ 3000 രൂപ കിട്ടുന്നതാണ്. അത് പറച്ചിലല്ലേ, മാത്രമുണ്ടോ എല്ലാരും ഇങ്ങനെ പറയൂല്ലയോ, കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നു. LDF സർക്കാരിനോട് വലിയ വിരോധമൊന്നുമില്ല, പക്ഷെ പത്തനാപുരത്ത് ചെറിയൊരു മാറ്റം. പത്തനാപുരത്ത് റോഡിന്റെ അവസ്ഥയേ ഉള്ളൂ, അല്ല മറ്റു കുഴപ്പങ്ങളായിട്ടൊന്നുമില്ല. തെരഞ്ഞെടുപ്പുമായിട്ടൊന്നും അങ്ങനെ ബന്ധമൊന്നുമില്ല. എങ്ങനെയുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും? എല്ലാം നല്ല പ്രചാരണമാ. UDF സ്ഥാനാർത്ഥി ജയിക്കും. അതെന്താ എത്ര ഉറപ്പ്? നല്ല ഉറപ്പുണ്ട്. 100% സീറ്റോട് ഇവിടെ ജയിച്ചു വരും. 6ാമത്തെ തവണയാണ് ഗണേഷ് കുമാർ ഈ പ്രാവശ്യം ഗണേശ് തോക്കും. അതെന്താ തോക്കെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം അയാളെ കയ്യിലിരിപ്പ് കാരണം കൊണ്ട് തോക്കും. മാറ്റം ഉണ്ടാവും? മാറ്റമുണ്ട്, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും മാറ്റം വേണോ? വേണം. അതെന്താ? അതൊന്നും മാറ്റം ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ടേ. തുടർ ഭരണം കൊള്ളത്തില്ല. ഗണേഷ് കുമാർ ജയിക്കും, ഒരു സംശയം ഇല്ല. 100% 101% ഗണേഷ് കുമാർ. എന്തുകൊണ്ടാണ് ഇത്രയൊരു ആത്മവിശ്വാസം? ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്ത് നാടിന് ഇത് ചെയ്തതിന്റെ പേര് ഈ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ. ഒരുപാട് പേര് പറയും. അത് കാര്യമില്ല. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഓരോ അഭിപ്രായക്കാരല്ല. അതിനകത്ത് പലരും അതുകൊണ്ട് ഗണേഷ് കുമാറിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു പ്രശ്നമായിട്ട് മാറൂല. ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടല്ലോ, അത് തിരിച്ചടിയാവില്ല? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം അതൊക്കെ ശബരിമല സ്വർണ്ണക്കുള്ള ഇത് കണക്കിന് ശരിയായിട്ട് വന്നാല് ഈ അടൂർ പ്രകാശും അല്ലയോ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ഇല്ലയോ? അപ്പം ഈ 3 കള്ളന്മാരെ കൊണ്ട് അവരല്ലയോ പോയത്? ഇങ്ങാരുടെ അടുത്തൊന്നും പോയില്ലല്ലോ. മൊത്തത്തിൽ കള്ളത്തരമാണ്. മൊത്തം കള്ളത്ത്. നമ്മളെങ്ങനെ ജീവിക്കും? പണ്ട് ഇതേ കണക്കായിരുന്നു. വേറെ ഒരു കേസ് കൊണ്ടുവന്ന് കഴിഞ്ഞതിന്. വേറെ എന്തുവാ? അന്ന് എന്തുവായിരുന്നു? അന്നും ഇതേ കണക്കായിരുന്നു. എന്തുകൊണ്ട് പിണറായി 2ാമതും വന്നു? ഇനി 3ാമതേ പോയി വന്നിരിക്കും. വിമർശനങ്ങളൊന്നും ഒരു വിഷയമല്ല. എന്താണേലും പിണറായി അത് വരുന്ന വിമർശനം ഉണ്ടെങ്കിലേ നാട് നന്നാവും. ഒരു തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ നാട് നന്നാവും. എങ്ങനെയുണ്ട് ഇവിടുത്തെ UDF NDA സ്ഥാനാർത്ഥികൾ? ഇവിടുത്തെ UDF NDA സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളെ കുറ്റം പറയാൻ പറ്റുക, എല്ലാരും നല്ലവരാ എന്ന് പറയും. എന്നാലും ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന് പറയുമ്പോ അത്രയും ഗണേഷ് കുമാറിനോട് മത്സരിക്കാനുള്ള പവർ ഉണ്ടോ രണ്ടുപേർക്കും? ഇല്ല. അതില്ല. ഇല്ല. അപ്പം ദുർബലരായ സ്ഥാനാർത്ഥികളാണ് പത്തനാപുരത്തുള്ളത്. പത്തനാപുരത്തുള്ള ദുർബലരായ സ്ഥാനാർത്ഥിയാണ്. എന്തായാലും ഗണേഷ് കുമാറിനൊപ്പം എന്നുള്ളതാണ് ഭൂരിപക്ഷം നമുക്ക് മനസ്സിലാകുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് LDF സർക്കാർ തുടർ ഭരണം. ഈ പത്തനാപുരത്തും തുടർന്ന് ഗണേഷ് കുമാർ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പത്തനാപുരത്തുകാർ ഫുള്ള് പവറിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് നമ്മള് പബ്ലിക് ഒപ്പീനിയൻ ചോദിച്ചിറങ്ങിയതാണ്. കുറെ ആളുകളൊക്കെ സംസാരിച്ചു, നമ്മൾ മതി, ഓക്കെ, അത്യാവശ്യം അഭിപ്രായമൊക്കെ ആയല്ലോ എന്ന് കണ്ടപ്പോ ചില ആളുകൾ നമ്മൾ എടുത്തു വന്നിട്ട് എന്നോടും കൂടെ ചോദിക്കുക എന്നുള്ള പവറാണ്. ചേച്ചി, എന്താണ് ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നല്ല സന്തോഷമായിട്ട് പോകുന്നു. ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനൊപ്പമാണ്. ആണോ? വിമർശനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്, അതൊക്കെ ഒരു പ്രശ്നമായി മാറുമോ? ഇല്ല. ഇല്ല. എന്ത് വന്നാലും ഗണേഷ് കുമാറിനൊപ്പമാണ്. എന്താ പുള്ളിനോട് ഇത്രയും ഒരു ആത്മവിശ്വാസം ഉണ്ടാകാനുള്ള കാരണം? ആത്മവിശ്വാസം വരാൻ കാരണം ഞങ്ങളുടെ ഹസ്ബൻഡ് ആ പാർട്ടിയുടെ രംഗത്തുവാ. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ആരാണ് ജയിക്കുക? അതല്ലല്ലോ അങ്ങനെ വരും. എന്നാലും ആര് വരാനാണ് സാധ്യത? സാധ്യത ഈ പത്തനാപുരത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, എല്ലാം ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ? ആവശ്യങ്ങൾ നമ്മുടെ ഈ റോഡിന്റെ ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് മാറ്റി തരുന്ന ഉറപ്പാണ്. പുള്ളി ചെയ്തോണ്ടിരിക്കുന്നതല്ലേ, എന്തായാലും ചെയ്യുമായിരിക്കും. ഒരു മാറ്റം വേണമെന്ന് തോന്നുന്നു. മാറ്റം വേണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നില്ല. ഗണേഷ് കുമാർ സാർ വിജയിക്കും. എന്താണ് ഇത്ര ആത്മവിശ്വാസം? തീർച്ചയായിട്ടും അദ്ദേഹം ഈ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മതി. ഈ ഒരുപാട് വിമർശനങ്ങൾ നിലവിലുണ്ടല്ലോ, അതൊന്നും തിരിച്ചടിയാകാൻ സാധ്യതയില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. മണ്ഡലത്തിൽ നിങ്ങൾ ഉടനീളം യാത്ര ചെയ്ത് നോക്കിയാൽ അറിയാം, അദ്ദേഹം കഴിഞ്ഞ
25 വർഷമായി. എടുത്തു പറഞ്ഞാൽ കഴിഞ്ഞ ഈ 5 വർഷം കേരളത്തിലെ ഏത് ഒരു നിയോജനം എടുത്താൽ അതിനേക്കാൾ കൂടുതൽ വികസനം നടന്നിട്ടുള്ളൊരു പ്രദേശമാണ് ഈ പത്തനാപുരം എന്ന് പറയുന്നത്. ഈ UDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പുള്ളി എപ്പോഴും ഈ ഗണേഷ് കുമാറുമായിട്ട് ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതൊരു ശക്തമായ പോരാട്ടത്തിന് സാധ്യത വരുത്തുന്നില്ലേ? അല്ല, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പം മത്സരം നടക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു വിജയ സാധ്യത? ഗണേഷ് കുമാർ ജയിക്കും. അത് തന്നെയാണോ ആഗ്രഹം? തീർച്ചയായും. എന്താണ് ഇത്ര നാടിന്റെ പത്തനാപുരത്തിന്റെ വികസനം വെച്ച് നോക്കിയാൽ 7ഓളം പാലങ്ങൾ, റോഡ്, ആശുപത്രി, 100 കോടി രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ചിരുന്ന ആശുപത്രി, ഇതൊക്കെ പോരെ. ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ ഇനി ഉണ്ടോ ഈ നാട്ടിൽ മാറ്റം വരേണ്ടതായിട്ടോ? പുതിയ പുള്ളിയുടെ മനസ്സിൽ അനേകം കാഴ്ചപ്പാടുകളുള്ള വ്യക്തിത്വം. ആ കാഴ്ചപ്പാടുകൾ പൂർത്തീകരിക്കാൻ അദ്ദേഹം തന്നെ ജയിക്കും. എന്താണ് ഇവിടെ പറഞ്ഞല്ലോ. ഗണേഷ് കുമാർ തന്നെ? ഇല്ല, തീർച്ചയായിട്ടും ഗണേശ ഇവിടെ ജയിക്കുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി തന്നെ വരണം, അതാണ് ആഗ്രഹം. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം അത് തന്നെ. കാര്യം പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ വലിയ മാറ്റങ്ങൾ വരേണ്ടുന്ന സാഹചര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യം പത്തനാപുരത്തുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. പുള്ളി വരുവാന്നുണ്ടെങ്കിൽ പുതിയ മാറ്റങ്ങള് അത് ആ മാറ്റം വരണമെന്ന് നമ്മുടെ ആഗ്രഹം. ഓർക്കുക, KB ഗണേഷ് കുമാറാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ടെലിവിഷനാണ് നമ്മുടെ ചിത്രം. ആര് വന്നാലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് എഴുതി തള്ളി അവഗണിച്ച പുനരുദ്ധാരണത്തിന് എന്നാണ് വിശ്വാസം. പുള്ളിയുടെ ആ പ്രവർത്തനം അതേപോലുള്ളതാണ്. പുള്ളിയുടെ ഈ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടൽ എങ്ങനെയാണ്? ഇവിടെ മാത്രമല്ല, എല്ലാ പൊതുജനങ്ങൾക്കും പുള്ളിയെ കുറിച്ച് നല്ല താല്പര്യം, അഭിപ്രായങ്ങളാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ മേഖലകളിലും. അപ്പൊ പുള്ളി തന്നെ ഇവിടെ അടുത്ത ആളാവണമെന്നുള്ള ആഗ്രഹമാണ്. നിങ്ങൾ കണ്ട് പരിചയമുണ്ടോ? സംസാരിക്കാറുണ്ടോ? കണ്ട് കൈ കാണിക്കുകയൊക്കെ ചെയ്യും. കാര്യം നമ്മൾ പത്തനാപുരത്തുള്ള, അതുകൊണ്ട് ഞങ്ങൾ കാണും, കൈ കാണിക്കും, സംസാരിക്കാനുള്ള സമയം കാണുന്നില്ല. ശരിയെന്നാ പറഞ്ഞ എന്റെ കൂട്ടാൻ്റെ ഉണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പൊ പത്തനാപുരത്ത് ജീവിക്കുന്ന ഒരാള് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ KSRTC മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് പത്തനാപുരത്തുകാരനാണ്. ആർക്കൊപ്പമാണ്? ഗണേഷ് കുമാർ. ആർക്കൊപ്പം? ഗണേഷ് ഗണേഷ് കുമാർ. കുമാർ. ഒരു സംശയമില്ല. 10,000 വോട്ടിന് മേലെ ഭൂരിപക്ഷത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ചെയ്യും. അത് എന്താണ് ഈ തുടർച്ചയായിട്ടുള്ള തുടർച്ചയായിട്ട് ഭരണവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാടിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന് റോഡിന്റെ പ്രശ്നങ്ങൾ, അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ പ്രശ്നം വരുന്ന സമയത്ത് ഓരോരുത്തർ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഈ റോഡ് മൊത്തം ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയത്. ഇപ്പൊ അത്യാവശ്യം ഉടനെ ഇപ്പൊ ആ ഒരു 10 ദിവസത്തിനകത്ത് ചെയ്യുമായിരുന്നു. ഇപ്പം ഇലക്ഷൻ കമ്മീഷന്റെ എന്തോ പ്രശ്നത്തിൽ ഇത് സ്റ്റേ ചെയ്ത് വെച്ചേക്കുവാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 10 ദിവസത്തിനകത്ത് ഇത് ടാറിങ് പൂർത്തിയാക്കി നമുക്ക് ഗതാഗത യോഗ്യമാക്കി തന്നേനായിരുന്നു. ഈ 10 ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 10 ദിവസം എന്ന് പറയുമ്പോൾ ഇത്രയും, അതായത് 5-10 വർഷമായല്ലോ. ഈ 10 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് 10 ദിവസം കൊണ്ട് ചെയ്തേനെ എന്നുള്ളൊരു വിമർശനം വരുമല്ലോ. ഇത് പറഞ്ഞില്ലേ, ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ റോഡ് പണി തുടങ്ങിയ കാലം മുതൽ ഓരോ രീതിയിലുള്ള നമ്മുടെ ഒരാൾ കൊണ്ടുവന്ന ഒരു വസ്തുവിന്റെ ഇതെടുക്കുമ്പോൾ തന്നെ അവിടെ സ്റ്റേ കൊടുക്കുവാണ്. ആ സ്റ്റേ കൊടുത്തു കഴിയുമ്പോഴത്തേനും പിന്നെ അത് അഴിച്ചു കൊണ്ടുവരുമ്പോൾ വീണ്ടും അടുത്ത ആൾ കൊണ്ടുവന്ന് സ്റ്റേ കൊടുക്കുവാണ്. അങ്ങനെ ഈ റോഡിന്റെ പണി ഇങ്ങനെ നാട്ടുകാർ തന്നെയാണ് ഇത് തടഞ്ഞത്. എന്നിട്ട് നാട്ടുകാർ തന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഈ ഇലക്ഷന്റെ ഈ അവസ്ഥയായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് നമുക്ക് റോഡ് ഫുള്ള് ടാർ ചെയ്ത് ക്ലിയറാക്കി തന്നേനായിരുന്നു. പൊതുവെ എങ്ങനെയുണ്ട് ഈ നാട്ടിലെ റോഡിന്റെ കാര്യങ്ങൾ? പൊതുവെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളം എത്തത്തില്ലായിരുന്നു. ആ കുടിവെള്ളത്തിന്റെ ഇതും പൈപ്പ് ലൈനും എല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മന്ത്രി എന്നുള്ള നിലയിലായാലും MLA എന്നുള്ള നിലയിലായാലും 10-25 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇങ്ങനെ ഇറങ്ങിയതാ. അല്ല മറ്റു വിശേഷമൊന്നും പറയാനില്ല. എന്താ പറയാന്, നമ്മളൊരു പ്രവർത്തനത്തിന് ഇറങ്ങുന്നില്ല. പ്രവർത്തനത്തിനൊന്നും ഇറങ്ങണ്ട. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, ഒരു പൗരനാണല്ലോ. അപ്പൊ ഇവിടെ ആര് ജയിക്കാനാണ് സാധ്യത? സാധ്യത ആർക്കാണ്? ഗണേഷ് കുമാറിന് ഒരു സംശയമില്ല. അതെന്താ ഇഷ്ടമാണോ പുള്ളിനെ? പുള്ളിനെ ഇഷ്ടമല്ല. പുള്ളി ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അതേ കണക്കാ ഞങ്ങൾ കണക്ക് കൂട്ടിയിരിക്കും. ഞാൻ CPM 57 മുതൽ CPM-ന്റെ പ്രവർത്തകനാണ്. ഞാൻ ബ്രാഞ്ച് മെമ്പർ വരെ ആയതാണ്. ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞേക്ക് എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ അതാ സാഹചര്യം. എന്തായാലും ഗണേഷ് കുമാർ തന്നെ.